അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ബഖറയുടെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ് നിയമങ്ങളാണ്. ഇവിടെ സീനും വാവും ഉണ്ട്. അതിൻ്റെ മഹ്റജ് നമുക്ക് വിവരിക്കാം. വ ചുണ്ടുകൾ വട്ടത്തിലാക്കുമ്പോൾ, സീന് നാവിൻ്റെ അറ്റം പല്ലുകൾക്കിടയിൽ. ഇവിടെ വാ എല്ലാവരും ഉച്ചരിക്കാറ് ചുണ്ടും പല്ലും കൂടി കൂട്ടിമുട്ടിച്ചിട്ടാണ്. അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. ചുണ്ടുകൾ വട്ടത്തിലാക്കുമ്പോഴാണ് അതിൻ്റെ മഹ്റജ് സ്ഥാനം. നമുക്ക് തജ്വീദ് നിയമത്തിലേക്ക് പോവാം. ഇന്നല്ലസീന കഫറൂ സവാഉൻ അലൈഹിം. ഇവിടെ നൂൻ എന്ന അക്ഷരത്തിന് മുകളിൽ ശദ്ദ് വരുന്നു. ഇത് നിർബന്ധമായും മണിച്ച് തന്നെ ഓതണം. ഇന്ന. അതേപോലെ തന്നെ കഫറു എന്നതിലെ റാന് ലമ്മാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ തഫ്ഹീം ചെയ്യണം, കനപ്പിച്ച് പറയണം. കഫറു. പിന്നെയുള്ളത് മദ് മുത്തസിലാണ്. സവാഉൻ എന്നതിലെ മദ്ദിന് ശേഷം അതേ വാക്കിൽ ഹംസ വരുന്നത് കൊണ്ട് 4-5 ഹർക്കത്ത് നീട്ടി ഓതണം. പിന്നെയുള്ളത് ഇൽഹാർ. തൻവീന് ശേഷം തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഉച്ചരിക്കുന്ന ഗൈൻ വരുന്നു. അതുകൊണ്ട് തൻവീൻ ഒട്ടും മണപ്പിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം. സവാഉൻ അലൈഹിം. നമുക്ക് ആയത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. അഅൻസർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. ഇവിടെ ഇഖ്ഫാ സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ വരുന്നു. നൂനിനെ മണിപ്പോടെ മറച്ചു പിടിച്ച് ഓതണം. അതേപോലെ അഅൻസർതഹും, അതിലെ റാക്ക് സുക്കൂനുണ്ട്. അതിനു മുമ്പ് വരുന്ന അക്ഷരത്തിന് ഫത്ഹ് വന്നതുകൊണ്ട് ആ റാ തഫ്ഹീം ചെയ്യണം, കനപ്പിച്ച് തന്നെ ഓതണം. പിന്നെയുള്ളത് ഇൽഹാർ ഷഫവി. അവസാനത്തെ മീം സാക്കിന് ശേഷം അലിഫ് ത ലാം വരുന്നത് കൊണ്ട് മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. അതായത് അൻദർതഹും കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് അലിഫാണ്. പിന്നെ അം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ലാമാണ്. അതേപോലെ തന്നെ ഹും തുൻസിർഹും കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നതും ലാമാണ്. അതുകൊണ്ട് മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. ഇഖ്ഫാ സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ വരുന്നു. നൂനിനെ മണിപ്പോടെ മറച്ചു പിടിച്ച് ഓതണം. പിന്നെയുള്ളത് തർക്കീക്ക്. സുക്കൂനുള്ള റാ, അതിന് മുമ്പത്തെ അക്ഷരത്തിന് കസർ. അതുകൊണ്ട് അവിടെ റാനെ നേർപ്പിച്ച് ഉച്ചരിക്കണം. തുൻസിർഹും. പിന്നെയുള്ളത് മദ്ദ ആരിലു സുക്കൂൻ. ഇവിടെ 2-4 ഹർക്കത്ത് വരെ നീട്ടി ഓതി നിർത്താം. അടുത്ത ആയത്തിലേക്ക് പോവാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം. ഇവിടെ ഖതമ എന്നതിലെ ഹ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. അല്ലാഹു എന്നതിലെ അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന് മീം ഫത്ഹ ആയതുകൊണ്ട് ഇവിടെ ലാം കനപ്പിച്ച് പറയണം, തഫ്ഹീം ചെയ്യണം. മീമിന് കസറ ഇരുന്നെങ്കിൽ നേർപ്പിച്ച് പറയാം. അതായത് ബിസ്മില്ലാഹി. ഇവിടെ ഖതമല്ലാഹു. അങ്ങനെ. പിന്നെയുള്ളത് കുലൂബിഹിം എന്നതിലെ ഖാഫ് ആദ്യ അക്ഷരം. ഇതും കനപ്പിച്ച് പറയേണ്ട അക്ഷരമാണ്. പിന്നെയുള്ള ഈ ചിഹ്നം നേരത്തെ വിവരിച്ചതാണ്, സ്വാദുലാമുള്ള ചിഹ്നം. ഈ ചിഹ്നം കാണുന്നിടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താം, നിർത്താതെ പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അടുത്ത ഭാഗം പോകാം. വഅലാ അബ്സാരിഹിം ഗിശാവ. ഇവിടെ മദ് മുൻഫസിലാണ്. വഅല കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പദത്തിൽ വരുന്ന ആദ്യ അക്ഷരം അലിഫ് ഹംസയായതുകൊണ്ട്
അവിടെ 4-5 ഹർക്കത്ത് വരെ നീട്ടണം. പിന്നെ ബാക്ക് സുക്കൂന് വന്നതുകൊണ്ട് കൽക്കല അവിടെ വരുന്നു, അതായത് പ്രതിധ്വനിക്കുന്നത് പോലെ വരുന്നു. പിന്നെയുള്ളത് സ്വാദ് കനപ്പിച്ച് പറയണം. അതേപോലെ തന്നെ റാക്ക് കസറുള്ളത് കൊണ്ട് അതിനെ തർക്കീക്ക് ചെയ്യണം. അബ്സ്വാരിഹിം. പിന്നെ ഉള്ളത് ഇഷാവത്തുൻ. അവിടെ നിങ്ങൾ നിർത്തുന്നില്ല എങ്കിൽ ഈ നിയമമാണ് വരിക. അതായത് ഗ്വൈൻ, അതായത് ഗ്വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കനപ്പിച്ച് പറയേണ്ട അക്ഷരമാണ്. അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അടുത്ത വരുന്ന നിയമമാണ്. തൻവീന് ശേഷം ഈ ഹിഷാവത്തുൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്ത് വരുന്നത് വാവാണ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന, അതായത് മണിച്ച് ചേർത്ത് ഓതണം. ഹിഷാവത്തും വ അങ്ങനെ ഓതണം കേട്ടോ. പിന്നെ ഷീനിൻ്റെ മഹ്റജ് നാവിൻ്റെ നടുഭാഗമാണ്, അത് ശ്രദ്ധിക്കുക. വലഹും അദാബുൻ അദീം. ഇവിടെ മീം സാക്കിന് ശേഷം വൈൻ വരുന്നു. ഇത് ഇൽഹാർ ഷഫവിയാണ്. മീമിനെ മണിപ്പിക്കാതെ വളരെ വ്യക്തമായി തന്നെ പറയണം. ഇൽഹാർ. തൻവീനിന് ശേഷം തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഉച്ചരിക്കുന്ന വൈൻ വരുന്നു. അതുകൊണ്ട് മണിപ്പിക്കാതെ അദാബുൻ എന്ന് വ്യക്തമായി ഓതണം. തഫ്ഹീം. അലീം എന്നതിലെ ല കനപ്പിച്ച് പറയേണ്ട അക്ഷരമാണ്. പിന്നെയുള്ളത് മദ് ആരിൽ സുക്കൂൻ, ആയത്തിൻ്റെ അവസാനമായതുകൊണ്ട് 2-4 ഹർക്കത്ത് വരെ നീട്ടി ഓതിയിട്ട് നിർത്താം. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി. നൂനിന് ഷദ്ദുള്ളത് കൊണ്ട് നിർബന്ധമായും മണിച്ചു ഓതണം. പിന്നെ അടുത്ത ഭാഗം മൻ യഖൂലു ഇദ്ഗാം ബിഗുന്ന. സുക്കൂനിലെ നൂനിന് ശേഷം യാ വന്നതിനാൽ നൂനിനെ യായിലേക്ക് ചേർത്ത് മണിച്ച് ഓതണം. പിന്നെ യഖൂലു എന്നതിലെ കാഫ് കനപ്പിച്ച് ഉച്ചരിക്കണം, തഫ്ഹീം ചെയ്യണം. വബിൽയൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഖ കനപ്പിച്ച് പറയണം. ഇഖ്ഫാ ഷഫവി. സുക്കൂനുള്ള മീമിന് ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ ആ മീമിനെ മറച്ച് വെച്ച് കൊണ്ട് മണിപ്പിച്ച് ഗുന്നയോടുകൂടി ഓതണം. വമാ ഹും ബിമുഅ്മിനീൻ. പിന്നെ ആഖിരി എന്നതിലെ റാക്ക് കസറുള്ളത് കൊണ്ട് അവിടെ നേർപ്പിച്ച് ഓതണം. മദ് ആരിൽ സുക്കൂൻ അവസാനമായതുകൊണ്ട് 2-4 ഹർക്കത്ത് വരെ നീട്ടി ഓതി നിർത്താം. അടുത്ത ആയത്തിലേക്ക് പോവാം. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ. തഫ്ഹീം. ഖ എന്ന അക്ഷരം കനപ്പിച്ച് പറയണം. അതിന് മുകളിലുള്ള ചെറിയ അലിഫ് അത് 2 ഹർക്കത്ത് വരെ നീട്ടി ഓതണം. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. തഫ്ഹീം. സുക്കൂനുള്ള ഖ കനപ്പിച്ച് ഉച്ചരിക്കണം. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. ലാം കഴിഞ്ഞ് അടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസ വന്നതിനാൽ 4-5 ഹർക്കത്ത് വരെ നീട്ടണം. ഇഖ്ഫാ. സുക്കൂനുള്ള നൂനിന് ശേഷം ഫാ വന്നതിനാൽ നൂനിനെ മണിച്ചു മറച്ച് ഓതണം. തഫ്ഹീം. റാ എന്ന അക്ഷരത്തിന് ലമ്മ് വന്നതിനാൽ കനപ്പിച്ച് പറയണം. പിന്നെയുള്ള ഇത് ഫ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജാണ്. മേൽപ്പല്ലിൻ്റെ അറ്റം കീഴ്ചുണ്ടിൻ്റെ നനഞ്ഞ ഭാഗത്ത് മുട്ടുമ്പോൾ. എല്ലാവർക്കും ഇത് തെറ്റിപ്പോവുക. വായും ഇതേപോലെയാണ്,
മേൽപ്പല്ലിൻ്റെ അറ്റം കീഴ്ചുണ്ടിൻ്റെ നനഞ്ഞ ഭാഗത്ത് മുട്ടിച്ചിട്ടാണ് വായും എല്ലാവരും പറയാറ്. വാൻ്റെത് ചുണ്ടുകൾ റൗണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ യഥാർത്ഥ മഹ്റജ്. ശ്രദ്ധിക്കണം എല്ലാവരും. അടുത്ത ആയത്തിലേക്ക് പോവാം. ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറളാ. ഇവിടെ മഹ്റജ് ഉണ്ട്. ളാദ് നാവിൻ്റെ വശങ്ങൾ അണപ്പല്ലുകളോട് ചേരുന്നത്, അത് ശ്രദ്ധിക്കുക. പിന്നെ തജ്വീദ് നോക്കാം. തഫ്ഹീം ഖുലൂബിഹിം എന്നതിലെ കാഫ്, മറളുൻ എന്നതിലെ റ, ളാദ് എന്നിവ കനപ്പിച്ച് പറയണം. ഖുലൂബിഹിം എന്നതിലെ മീം സാക്കിന് ശേഷം മറളും എന്നതിലെ മീം വന്നതിനാൽ മീമിനെ മീമിലേക്ക് ചേർത്ത് മണിച്ച് ഓതണം. ഇഖ്ഫാ തൻവീന് ശേഷം ഫ വന്നതിനാൽ അവിടെ മണിച്ച് മറച്ചോതണം. ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറളാ. ഇനി അടുത്ത ഭാഗം നോക്കാം. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്സിബൂൻ. തൻവീന് ശേഷം വാ വന്നതിനാൽ മണിച്ച് ചേർത്ത് ഓതാം. നിങ്ങൾ മുമ്പത്തെ ഭാഗത്ത് നിർത്തുന്നില്ല എങ്കിൽ തൻവീന് ശേഷം വാ വന്നതിനാൽ മണിച്ച് ചേർത്ത് ഓതാം എന്നല്ല, ഓതണം. പിന്നെയുള്ളത് ഇൽഹാർ ഷഫവി. മീം സാക്കിന് ശേഷം വൈൻ വന്നതിനാൽ മീമിനെ മണിപ്പിക്കാതെ വ്യക്തമായി പറയണം. പിന്നെയുള്ളത് ഇൽഹാർ. അദാബുൻ എന്നതിൽ തൻവീന് ശേഷം ഹംസ വന്നതിനാൽ മണിപ്പിക്കാതെ വ്യക്തമായി ഓതണം. ഇഖ്ഫാ ഷഫവി. സുക്കൂനുള്ള മീമിന് ശേഷം ബാ എന്ന അക്ഷരം വന്നതിനാൽ അവിടെ മീമിനെ മറച്ച് വെച്ച് മണിപ്പിച്ചുകൊണ്ട് ഓതണം. അലീമും ബിമാ അങ്ങനെ ഓതണം. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂനാണ്. ഇവിടെ 2-4 ഹർക്കത്ത് വരെ നീട്ടി ഓതി നിർത്താം. ഇതാണ് 6 മുതൽ 10 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നാളത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.